ഹലോ ഗൈസ്, ഈ വീഡിയോ സ്ക്രോൾ ചെയ്താരും കാണാതെ പോകല്ലേ. ഒരുപാട് പറയാനും കേൾക്കാനും ഉള്ള ഒരു വീഡിയോ ആണ്. ഇഷയുടെ മെഹന്തി ഫംഗ്ഷന് ഇഷയ്ക്കും ഗസ്റ്റിനും മെഹന്തി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്. 2 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന വർക്ക് ഗ്രൂമിന്റെ ആൾക്കാർ വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് 3 മണിക്കാക്കിയായിരുന്നു. അങ്ങനെ കറക്റ്റ് 3 മണിക്ക് ഗ്രൂമിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവര് വന്ന പാടെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തകർപ്പൻ മഴ. പ്രോഗ്രാം നടക്കുന്നത് കോട്ടയം സ്റ്റേ സെമേറ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ആംബിയൻസ് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് ചെയ്യാമെന്നിരുന്ന ഒരു വർക്കായിരുന്നു. മഴ ചതച്ചത് കൊണ്ട് ബാക്കി വന്ന ഗസ്റ്റിന്റെ ഹെന്ന റൂമിൽ വെച്ചിട്ടായിരുന്നു ഇട്ട് കൊടുത്തത്. 8 പേർക്ക് ഹെന്ന ഇടാനായിരുന്നു എന്നെ വിളിച്ചിരുന്നത്, ഇൻക്ലൂഡിംഗ് ബ്രൈഡ്. പക്ഷെ ഓരോരുത്തർക്ക് ഇട്ട് കഴിയുമ്പോൾ ഇടണ്ടാന്ന് വിചാരിച്ച് വന്നവർക്കും കൂടി ആഗ്രഹം തോന്നിയിട്ട് ഇടുന്നുണ്ടായിരുന്നു. 4 മണിയോടായപ്പോൾ മഴയെല്ലാം തോന്നിട്ടുണ്ട്. ബ്രൈഡും ഗ്രൂമും എല്ലാം റെഡി ആയിട്ട് ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ആദ്യമുള്ള വർക്ക് കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി ടീ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹൽദി ഫംഗ്ഷന്റെ മെഹന്തി ഫംഗ്ഷന്റെ ഇടയിലായിട്ട് എല്ലാ ഗസ്റ്റിനും ഹെന്ന ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് വന്നൊരു കുട്ടി കസ്റ്റമർ ആണ്. ആൾക്ക് എത്ര ഇട്ടാലും മതി വരുന്നില്ലായിരുന്നു. ലെങ്ത് കൂട്ടി ഇടാൻ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്നാണല്ലോ. അടുത്ത നമ്മുടെ ഗസ്റ്റ് വരുന്നത് ദിശയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആളവിടെ ഒരു ഓളിനോൾ ആയിരുന്നു. ഭയങ്കര ആക്റ്റീവ് ആണ്. ഇടയ്ക്ക് ബ്രൈഡും ഗ്രൂമും മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് മാറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വർക്ക് കഴിഞ്ഞിട്ട് വേണം ബ്രൈഡിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മെഹന്തി ഇടാൻ വരുന്ന ഗസ്റ്റ് ഇപ്പത്തീരും പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ തീരുന്നില്ല. പരിപാടി കഴിയാറായിട്ടും മെഹന്തി ഇടേണ്ട ആൾക്കാരുടെ എണ്ണം തീരുന്നില്ല. ഞാൻ പെട്ടുപോയി ഗൈസ്. 8 പേരെന്ന് പറഞ്ഞിട്ട് 22 പേർക്ക് അന്ന് എനിക്ക് ഇടേണ്ടി വന്നു. 2-3 പേര് ചേർന്ന് ഇടേണ്ട ഒരു വർക്കാണ് ആ ഒരു ദിവസം ഒറ്റയ്ക്ക് ഞാൻ ചെയ്ത് തീർത്തത്. എന്റെ പരിപ്പിളകി. ഇത്ര പേർക്ക് ഹെന്ന ഇടേണ്ടി വരുമെന്നുള്ളത് ബ്രൈഡിന്റെ സൈഡിൽ നിന്നുള്ളവർ ഓർത്തില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രൈഡ് ഇഷേനെ നോക്കി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബ്രൈഡിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആള് ഞാൻ അയച്ചിരുന്ന ഡിസൈനിൽ ഒരെണ്ണമായിരുന്നു സെലക്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇന്നത്തെ ദിവസം വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കാരണം ഓൾറെഡി രാവിലെ ഒരു ബ്രൈഡൽ വർക്ക് കഴിഞ്ഞിട്ടാണ് ഇവരുടെ ലൊക്കേഷനിൽ എത്തിയത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയും പേർക്കും ഒരു ഇരുത്തവിരുന്ന് ഇടേണ്ടി വന്നതുകൊണ്ട് ഒരുപാട് ടയേർഡായി. എനർജി ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. ബ്രൈഡും ഭയങ്കര ടയേർഡായിരുന്നു. വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ബ്രൈഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ വർക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയും ടയേർഡാണ്. ഞാൻ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതുപോലെ തന്നെ എൻ്റെ ആ ടൈമിലത്തെ ഒരു അവസ്ഥയും അവരും മനസ്സിലാക്കി തന്നെ പറഞ്ഞു, ഇഷ്ടമുള്ള രീതിയിൽ ഇട്ടോളൂ, ഒരു കംപ്ലയിൻസും ഇല്ല. എല്ലാവരും കൂടി ഇരുന്ന് ജോളിയായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് 11:30 ആയിട്ടും ബോറടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഹാൻഡ് ഇട്ടാൽ മതി, ബാക്ക് സൈഡിൽ ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം 12 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. ബ്രൈഡ് വർക്കിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ ബ്രൈഡിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.